ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ചുമ്മാ ഒരു ചിന്ന മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചുമ്മാ ഒന്ന് ഒരുങ്ങുന്നത് കാണിക്കാം. അപ്പോൾ മുടി കെട്ടുന്ന ഈ പറഞ്ഞ പോലെ പല സ്റ്റൈലുകളിൽ മുടി കെട്ടുന്നത് ഞാൻ വീഡിയോസിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കും എൻ്റെ മുടി അങ്ങനെയൊക്കെ കെട്ടണമെന്ന്. നേരത്തെ എനിക്ക് മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ഉള്ളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മുടിയില്ലാഹേ, മുടിയെല്ലാം പോയി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ കെട്ടാൻ പറ്റുന്നില്ല. എൻ്റെ മോളൂട്ടിക്ക് അറിയാം ഒരു സ്റ്റൈലായിട്ട് ഇങ്ങനെ എടുത്ത് കെട്ടണം. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ കെട്ടാൻ പറ്റുമായിരുന്നെങ്കിൽ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. സേഫ് എന്ന് പറയാൻ ഇപ്പോൾ മഴയൊന്നും ഇല്ല, എന്നാലും ഞാൻ പറയുക ചെയ്തേ, സേഫായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ കൂടിയതാണല്ലേ. ഒരിക്കലും സുഖം മാത്രമോ അല്ലെങ്കിൽ ദുഃഖം മാത്രമോ കൂടിയതായിരിക്കും. ഇതെല്ലാം ഇടകലർന്നതാണ്. അപ്പം നമ്മൾ വേണം ആ ഒരു ദുഃഖത്തിനെ നമ്മളൊന്ന് സോൾവ് ചെയ്ത് വിടാൻ നമ്മൾ വേണം ശ്രമിക്കാൻ കേട്ടോ. ആ ദുഃഖമൊക്കെ നമുക്ക് പോകുന്നേ. നമുക്കറിയാം നമ്മുടെ വയനാട് ദുരന്തത്തിൽ സ്വന്തമായിട്ടുള്ള ഉടയവരൊക്കെ വിട്ട് എല്ലാവരും ഒറ്റപ്പെട്ടും ഒക്കെയാണ് കഴിയുന്നത്. നമുക്കറിയാം അത്. പക്ഷേ അതിനെപ്പറ്റി ഒന്നും പറയാൻ നമ്മൾ ആധികാരികമായി നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല. അനുഭവിച്ചവരുടെ വേദന അറിയില്ല. പക്ഷേ ജീവിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മൾ പരമാവധി ശക്തി, നമ്മുടെ മനോധൈര്യം വീണ്ടെടുത്ത് നമ്മൾ ജീവിക്കുക. അത്രയേ ഉള്ളൂ എല്ലാവരോടും പറയാനായിട്ട്. നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ. ഇപ്പോൾ നമുക്ക് നമുക്ക് ആരെങ്കിലും നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും, എൻ്റെ ഒരു സ്ലൈഡും ഇവിടെ ഇല്ല, മസ്റ്റായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ. ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ. ഓക്കെ, ഈ സൈഡ് എടുക്കാം. അപ്പോൾ എനിക്ക് എത്രത്തോളം ഇതൊക്കെ ശരിയാവും എന്നുള്ളതിനെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ ഞാൻ എല്ലാവരോടുമായിട്ട് കുറേ കാര്യങ്ങൾ പറയണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ ഒരു റീച്ചിലൊന്നും എത്തിയിട്ടില്ല. അതായത് വാച്ച് ടൈം ഇല്ലാത്തൊരു പ്രശ്നമാണ്. വാച്ച് ടൈം ഇല്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പം എനിക്കുള്ളത്. സ്വപ്നം പോലും കാണാൻ കഴിയില്ലാത്ത, സത്യം പറയണേ. എനിക്ക് 17K. ഇപ്പം ഇന്നലെ ഞാൻ എൻ്റെ YT സ്റ്റുഡിയോയിൽ എടുത്ത് നോക്കിയിട്ടുണ്ടല്ലോ, ഒരു സബ്സ്ക്രിപ്ഷൻ എൻ്റെ മൈനസ് ആയിട്ടുണ്ട്. ആരാവോ എന്തോ ആവട്ടെ. ചിലപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരം ചെല്ലുന്ന ആരെങ്കിലും ആയിരിക്കും. അത് ചിലപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ പറയുന്നത്, എൻ്റെ വീഡിയോ ആർക്കെങ്കിലും സ്ഥിരമായി കാണാൻ ഇഷ്ടമല്ലെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് as soon as possible. You can unsubscribe my channel. Okay, ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടാവാം, അല്ലെങ്കിൽ വെറുതെ ബോറടിപ്പിക്കലാവാം, അല്ലെങ്കിൽ ഈ പെണ്ണ് എന്താണ് വന്ന് പറയുന്നത്, വല്ലതൊക്കെ ആയിരിക്കാം. നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആരാ എന്താണെന്ന് ചോദിക്കാൻ പറ്റുമല്ലോ, ഒരു പ്രശ്നമില്ല. അപ്പം ഞാൻ ചുമ്മാ ഒരു വീഡിയോ, ഞാൻ ഇങ്ങനത്തെ എൻ്റെ മോളൂസ് ഉണ്ടല്ലോ, ഇത്തരം മുടി കെട്ടൽ നല്ല അടിപൊളിയായിട്ട് കെട്ടിത്തരും കേട്ടോ. കെട്ടിത്തരുന്ന വെച്ചാൽ ഒരു തവണ എനിക്ക് കെട്ടിത്തന്നിട്ടുണ്ട്, പക്ഷെ എനിക്കത് അത്രയും കിട്ടില്ല. അപ്പം എൻ്റെ മോളൂട്ടിക്ക് അമ്മയുടെ അടുത്തിട്ടാണ് പോയേക്കണേ. അവിടെയാണ് മിക്കപ്പോഴും നിൽക്കുന്നത്. ഇവിടെ നിൽക്കും അവിടെ നിൽക്കും, അങ്ങനെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ പറയാൻ വന്നത്, ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയാം. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വാട്ടർ ടാങ്ക് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 വീക്ക് എങ്കിലും വെച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അമീബിക് മെനിഞ്ചൈറ്റിസ്, അതായത് അമീബ ഈ വെള്ളത്തിൽ കുറേ കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അഴുക്ക് വെള്ളത്തിലൊക്കെ അമീബ ഉണ്ടാവും. ആ അമീബ നമ്മുടെ ചെവിയിലും മൂക്കിലൂടെയൊക്കെ നമ്മുടെ തലച്ചോറിൽ ചെന്നാൽ നമുക്ക് വന്നേക്കാവുന്ന അസുഖം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ക്യൂറബിൾ. നമുക്ക് പറയാൻ പറ്റില്ലാത്ത അത്രയും ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കേണ്ടിയിരിക്കും. മനസ്സിലായോ? നമ്മൾ വല്ലാത്തൊരവസ്ഥയിലൂടെ പോകേണ്ടി വരും.
സ്റ്റഡ് ഇടാന്ന് ഓർത്തപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിടാന്ന് വിചാരിച്ചു. സ്റ്റഡാണ് നല്ലതല്ലേ. ഇങ്ങനെ ബാഗ് തപ്പിയപ്പോൾ ഒരു മിഠായി കണ്ടു. ഓക്കെ, ഇങ്ങനെയൊന്നുമല്ല എൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ എൻ്റെ ചാനലോ നന്നായിട്ടൊക്കെ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി, ഒരു കേസന്വേഷണം അങ്ങനെയൊക്കെ. അപ്പോൾ കേസന്വേഷണത്തിന് മാത്രമായിട്ട് നമ്മുടെ ചാനൽ ഇതാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു ആപത്തും വിളിച്ചു വരുത്തരുത്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചാൽ നമുക്ക് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറയുന്ന പോലെ വളരെയധികം ശ്രദ്ധിച്ചാൽ നമുക്കൊരു അസുഖങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആ വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ വാട്ടർ ടാങ്ക് കുറേ കാലങ്ങൾ കൂടി കഴുകാതെ വെച്ചിരുന്നാൽ അതിൽ ഈ അമീബ പെറ്റു വരികയും നമ്മുടെ തലച്ചോറിലേക്ക് എത്തുകയും മെനിഞ്ചൈറ്റീസ് എന്ന് പറഞ്ഞ അസുഖത്തിലേക്ക് മാറുകയും ചെയ്യും. വളരെയധികം കെയർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ മഴക്കാലമായിരിക്കാം. മഴക്കാലത്തിലൂടെ തന്നെ പല അസുഖങ്ങൾ, ഇപ്പോൾ എലിപ്പനിയോ അങ്ങനെയുള്ളതൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്കറിയാം. അപ്പോൾ പനി, പലതരം പനികൾ എല്ലാ തരത്തിലും. അപ്പോൾ ഈ ഒരു അസുഖം കൂടെ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എൻ്റെ മിഠായി പോയി. അപ്പോൾ ഞാൻ കമ്മൽ മതിയോ? ഓക്കെ, ഞാനിതൊന്ന് എൻ്റെ പാറുമ്മക്കും എൻ്റെ ഇവാൻ കുഞ്ഞിനൊക്കെ മിഠായി ഒരെണ്ണമായിട്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നാൽ തരാം. അപ്പം ഞാൻ മുഖത്തൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണോണ്ടാണ് ഇതൊക്കെ എടുക്കണേ കേട്ടോ, ഈ ഫൗണ്ടേഷൻ. അല്ലെങ്കിൽ ഞാൻ ഒരു ഫെയർ ആൻഡ് ലവ്ലി ഇപ്പോൾ സത്യം പറയാം മുഖത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം എല്ലാവരും പറയും ഇത്രയൊക്കെ പ്രായമായി ഇനിയിപ്പോൾ മുഖത്ത് നോക്കണം. എങ്കിൽ പോലും നമ്മൾ മുഖത്ത് എപ്പോഴും ഒരു ഐഡൻറ്റിറ്റി അല്ല, നമ്മളെപ്പോഴും നമുക്ക് ഏറ്റവും ഫേവറബിളായ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തേക്കുന്നുണ്ടെങ്കിൽ അത് പലതരത്തിൽ തേക്കാതെ നാച്ചുറൽ കണ്ടൻസ് ഉള്ള ഏതെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും ഒന്നും ശ്രദ്ധിക്കില്ല. കുറച്ച് നാൾ പോൺസാണ്, കുറച്ച് നാൾ ഫെയർ ആൻഡ് ലവ്ലി, അത് വല്ലപ്പോഴും മേടിക്കുള്ളൂ. അപ്പോൾ ഇത് ഇപ്പം ഉണ്ട്. അപ്പോൾ ഇതാണ് എവിടെയെങ്കിലും പോകുമ്പോൾ ഇത്തിരി എടുത്തങ്ങ് തേക്കും. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം എടുത്തത്. ഏത് നമ്മുടെ ഫൗണ്ടേഷൻ ഒന്നെടുത്ത് മുഖത്തിനൊരു ചെറിയ വീഡിയോയ്ക്ക് വേണ്ടി ഒരു മേക്കപ്പായിട്ടല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫെയർ ആൻഡ് ലവ്ലി പുരട്ടേണ്ട ആവശ്യമില്ലായിരിക്കാം അല്ലേ, എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. എനിക്ക് സത്യം പറയാം സ്റ്റിൽ ഒരു മേക്കപ്പും ഫോളോ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇപ്പോൾ എല്ലാവരുടെയും മേക്കപ്പൊക്കെ കാണും. അത് കാണുമ്പോൾ ഓർക്ക് അതുപോലെ ചെയ്യണം, ഇത് കാണുമ്പോൾ ഓർക്ക് ഇതുപോലെ ചെയ്യണം. പക്ഷെ ആരുടെയും മേക്കപ്പ് എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. ഇങ്ങനെ എന്തൊക്കെയാണ് പ്രൈമർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അതിലേക്കൊന്നും നല്ല പ്രായത്തിൽ പോലും ഒരു 20s ഈവൻ 35 ബിലോ 35 സമയത്ത് വരെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ ശ്രദ്ധ കൊടുത്തിട്ടില്ല. അതൊക്കെ അറിയാമായിരുന്നെങ്കിലോ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നെങ്കിലൊക്കെ കുറച്ചും കൂടെ അറിവുണ്ടായിരുന്നു. ഏത് പ്രായത്തിലാണെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാം, ഒരുങ്ങി നടക്കാം. ഓക്കെ, പിന്നെ എല്ലാവരും കേട്ട് ഗവൺമെൻറ് ജോലിയും നല്ലൊരു പോസ്റ്റിനുള്ള ജോലിയൊക്കെയാണ് എൻ്റെ ആഗ്രഹമെങ്കിലും സർവേ വർക്ക് ചെയ്തിരുന്നു ഞാൻ ഇത്ര നാളും. എങ്കിലും എൻ്റെ ആഗ്രഹം, ഞാനിപ്പോൾ ഒരു നാടൻപാട്ട് ടീമിലുണ്ട്. അല്ലാതെ ഞാൻ മറ്റേ ഇതിലുണ്ട്, ഏതാണെന്ന് വെച്ചാൽ ഷൂട്ടിന് പോകാറുണ്ട് ഇടയ്ക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്. അപ്പം ഞാൻ ഇന്നാളൊരു പോലീസിൻ്റെ വേഷത്തിൽ ഒന്ന് നിൽക്കാൻ എനിക്ക് സാധിച്ചു. വനിതാ പോലീസിൻ്റെ വേഷത്തിൽ എനിക്ക് നിൽക്കാനായിട്ട് സാധിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വനിതാ പോലീസിൻ്റെ വേഷം ഇടാൻ പറ്റിയത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരുപാട് പേര് എന്നോട് പറഞ്ഞു നല്ല കാര്യം നിനക്ക് ഒരു വേഷം ഇടാൻ പറ്റിയല്ലോ എന്ന്. എനിക്കൊരുപാട് ഹാപ്പിയായി. കാരണം ജസ്റ്റ് എന്നെ ഒരു ചെറുതായിട്ടൊന്ന് കാണാനായിട്ട് പറ്റും. 1-2 സീനിലൊന്നും നിൽക്കണേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നായികയുടെ തൊട്ടടുത്തൊന്നും നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ആ വേഷത്തിൽ നിൽക്കാനും ഒരു പോലീസാവാൻ പറ്റിയില്ല. അപ്പോൾ ആ വേഷത്തിൽ നിൽക്കാനൊക്കെ പറ്റിയത് ഒരുപാട് ഹാപ്പി ഉണ്ട് അതിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇടാട്ടോ അതിൽ. ഇതിൻ്റെ കൂടെ അല്ല, വേറൊരു വീഡിയോയിൽ. അപ്പോൾ ഇടാൻ പറ്റിയത്, എനിക്കങ്ങനെ നിൽക്കാൻ പറ്റിയത് ഒരു സന്തോഷമുണ്ട്. എനിക്ക് വല്ലാണ്ട് സന്തോഷമുണ്ട്. പക്ഷെ സങ്കടങ്ങളൊക്കെ എനിക്കുണ്ട്. ഇഷ്ടംപോലെ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സൈഡിൽ നിന്ന് കൂടെയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വിഷമമാണ്. എന്താണെന്നൊന്നും പറയുന്നില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ
ഏതെങ്കിലും റിലേറ്റീവൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ ഒക്കെ നമുക്ക് വിഷമമുള്ള കാര്യം. അപ്പോൾ നമുക്ക് അധികം ഹാപ്പി ഇല്ലാഞ്ഞിട്ടല്ല, ഹാപ്പി ഉണ്ടെന്നല്ല പറയണേ, നമ്മൾ അധികം ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ്ഡ് ആവില്ല. അവരൊരു ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ഇപ്പം ഇതിൻ്റെ പുറമെ ഇത് തേക്കണ്ടായിരുന്നു തോന്നുന്നു. ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ ചെയ്യുന്നത് വളരെ മോശമല്ലേ. എനിവേ എനിക്കറിയില്ല, എല്ലാം കൂടെ ഇതായെന്ന് എനിക്കറിയാൻ പാടുള്ളൂ. ഒരുപാട് പാണ്ട് പിടിച്ച പോലെ ഇരിക്കണമെന്ന് ഇഷ്ടമല്ല. ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ടിട്ടാട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാനിതൊന്ന് ലെവലാക്കിയിട്ട് വരാം. ഒരുവിധമൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ലിപ് ബാമാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളർ കിട്ടുന്നതൊക്കെ തന്നെ. അത്യാവശ്യം നല്ല കളറല്ല, ജസ്റ്റ് ഒരു കളറൊക്കെ കിട്ടുന്നതാണ്. ഇങ്ങനെയൊന്നും തേച്ചോണ്ട് പോകില്ല കേട്ടോ. തേച്ചാൽ തന്നെ തുടച്ച് കളയും ഞാൻ. അപ്പം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചതാണ്. സത്യം പറയാം, ഷൂട്ടിന് പോയപ്പോൾ പോലീസിൻ്റെ വേഷം ഇട്ടപ്പോൾ ഒന്നും മേക്കപ്പ് ചെയ്യാൻ സമയം ഉണ്ടായില്ല. അതിൽ വൈകി വന്നിട്ട് ഷൂട്ട് എടുക്കണതിൻ്റെ അടുത്ത് പെട്ടെന്ന് പോയി യൂണിഫോം ഇടാൻ പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് അവർ വൈകി വന്ന അതായത് വേറെ സ്ഥലത്ത് ഷൂട്ട് എടുക്കുമായിരുന്നു. അവിടെ നിന്നിട്ട് ഒരു പള്ളിയുടെ ഒരു ഓർഫണേജ്, ഒറിജിനൽ ഓർഫണേജ് അത്. അവിടെ കുട്ടികളുടെ അടുത്ത് നായികയും പോലീസുകാരും കൂടെ വരുന്ന ഒരു സീനാണ് കേട്ടോ എടുക്കേണ്ടത്. മദറൊക്കെ ഉണ്ടായില്ലേ. അപ്പോൾ ഒരു സീരിയലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മളോട് പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞു. അപ്പോൾ ഡ്രസ്സ് മാറിക്കഴിഞ്ഞ് ഉടനെ തുടങ്ങാൻ പോകുമ്പോഴേക്കും നമുക്ക് ഉടനെ തുടങ്ങാൻ പോകുന്നു. അപ്പം എല്ലാവരും മുടി എടുത്ത് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു. ഷൂ ഒക്കെ തരാം. ഷൂ ഇട്ട് മുടി കെട്ടാൻ മാത്രമേ സമയം കിട്ടിയുള്ളൂ. ഒരു മേക്കപ്പും ചെയ്യാം. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് മുഖത്ത് വെച്ചെങ്കിൽ സമാധാനമായ. അത് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ചെയ്യാൻ പറ്റിയില്ല. ചുണ്ടത്തൊന്നും തേക്കാൻ പറ്റിയില്ല. വല്ലാത്തൊരു കോലത്തിലാണ് ആ യൂണിഫോമിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പറയും ഇത്ര ഇട്ട് ഇത് ഇത്ര വലിയ സംഭവമാണോ, ഇത്രയും ഇതൊക്കെ ചെയ്താൽ അത്ര വലിയ ആളാണോ എന്ന് വിചാരിക്കും. നമ്മൾ ഉള്ളതിനെ ഒന്ന് പുട്ടപ്പ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. അത്ര വിചാരിച്ചോളൂ കേട്ടോ. അപ്പോൾ സമയം ഇപ്പം തന്നെ കുറേ ലെങ്തി ആകുമ്പോഴുണ്ടല്ലോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് കുറേ പോകാം. നമുക്ക് വൈഫൈ ഒന്നുമില്ല. നെറ്റ് ചാർജ് ചെയ്യും. 1.5 GB ചാർജ് ചെയ്യണം. എന്നിട്ട് എക്സ്ട്രാ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഞാൻ 19 രൂപയ്ക്ക് എക്സ്ട്രാ 1 GB കൂടി എടുത്ത് ചാർജ് എൻ്റെ നിന്ന് ചെയ്തിട്ടൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ. അപ്പം ഞാൻ പറയാൻ വന്ന, ഞാൻ ഗൾഫിൽ ജോലിക്ക് പോയി 2 മാസം കൊണ്ട് പോകുന്നു. അപ്പോൾ എവിടെ പോയാലും ഞാൻ ജോലി പെട്ടെന്ന് നിർത്തുക എന്നുള്ളത് എല്ലാവരിലും ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് പഠിപ്പിക്കണമൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഒരു ടീച്ചറായത്. ചന്ദനം എന്നപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ തുടങ്ങുന്ന കേട്ടോ. ഓക്കെ. അപ്പം ഇങ്ങനെ മുടി കെട്ടുന്നത് എനിക്കറിയില്ല എത്രത്തോളം ഇത് ഇരിക്കുമെന്ന്. അപ്പം ഇങ്ങനെ ഒരു ഇത്രയൊന്നും ക്രീം തേക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങി പോകാൻ പറ്റുന്ന. അപ്പം എൻ്റെ മുടി കണ്ട സ്ട്രെയിറ്റ് ചെയ്ത മുടി പോലെ ഇരിക്കും. പക്ഷേ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തതല്ല, കോലാപ്പി മുടിയാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്നാൽ ഒരു ഉള്ളൊന്നുമില്ല, അതും വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ ഈ സൈഡ് കിടക്കണതാണ് സ്ട്രെയിറ്റ് ചെയ്ത പോലെ ഒരു തോന്നല. ഓക്കെ. അപ്പോൾ ഞാൻ ഞാൻ ഗൾഫിൽ പോയപ്പോൾ നമുക്ക് ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറയാം. കൺമഷി എവിടേക്കോ ഉണ്ട്. ഇവിടെ അടുത്ത് കൊണ്ട് വെച്ചില്ല, അതുകൊണ്ട് കൺമഷി ഇല്ല. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സോറി, എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ കണ്ണെഴുതണം എന്ന് ആരും കാണാനിരിക്കുന്നൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, കണ്ണും കൂടെ ഒരു മേക്കപ്പ് എന്നുള്ളത് കാണിച്ചപ്പോൾ കണ്ണെഴുതണം എന്നുണ്ടായിരുന്നു. ബട്ട് കൺമഷി ഇവിടെയെങ്കിലും ഇല്ലാത്തതുകൊണ്ട് അത് നോക്കിയില്ല. പിന്നെ ഞാൻ തിരികെ എഴുതാറില്ല. പിന്നെ ഞാൻ ഓർത്തു ഐബ്രോ ഒന്നും കാണുന്നില്ല. അപ്പം നമ്മൾ തീപ്പെട്ടിക്കൊള്ളി ജസ്റ്റ് നേരത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ
കത്തിച്ചിട്ട് അതിനെ കെട്ടിട്ട് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കോല് വെച്ചിട്ട് നൈസായിട്ടൊരു പുട്ടപ്പ് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ടൊരു കട്ടിക്കിരിക്കും. ഇവിടെ ഇത്തിരി കുറവുള്ള പോലെ ഇവിടെ കുഴപ്പമില്ലാണ്ട് വളർന്നിട്ടുണ്ടെന്നല്ല, കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. നേരത്തെ പിരികം ഇല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ ഞാൻ ഇത്തിരി ആകുമ്പോൾ തന്നെ പോയിട്ട് ത്രെഡ് ചെയ്യുമ്പോൾ പിരികം വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഗൾഫിൽ പോയപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളോടെ പോയതാണ്. ഞാൻ പലതവണ ഗൾഫിൽ പോയ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറയുന്ന കാര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പോഴും എല്ലാവരും എന്നോട് പറയുന്നത്, നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറഞ്ഞാലും പിന്നെയും ആൾക്കാർ ഇപ്പം നമ്മളെ പബ്ലിക്കിൽ കാണുമ്പോൾ നീ കളഞ്ഞല്ലോ എന്ന് പറയും. ഒരു പക്ഷേ അവർ നമ്മൾ നന്നായി കാണാനും നല്ല സാലറിയിൽ നമ്മൾ ജീവിക്കുന്നത് കാണാനുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാവാം. പക്ഷേ ചിലത് എന്നെ ഒട്ടും മനസ്സിലാക്കാണ്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. അപ്പം ഞാൻ ഗൾഫിലെ വീഡിയോ, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇതായിട്ട് പറയുമൊന്നുമല്ല, അറബി കുട്ടികളാണ്, അവരെ പഠിപ്പിക്കേണ്ടതായിട്ടാണ് നമ്മൾ ചെന്നിട്ടുള്ളത്. അപ്പം പറയും നല്ല പ്രഗത്ഭരായ അധ്യാപകർ വേറെ ഇല്ലേന്ന്. ഇല്ലാഞ്ഞിട്ടല്ല, ഇന്ത്യയിൽ നിന്നൊരു ടീച്ചറെ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉടനെ എന്നെ അവിടെ നിന്ന ചേച്ചി എന്നെയല്ല എൻ്റെ ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി മുഖേന എനിക്ക് കിട്ടിയത്. ആ ചേച്ചിയുടെ വേറെ ഒരു കൂട്ടുകാരിയുടെ മോളെയും കൂടി അവിടെ കേട്ടാൻ ഇരിക്കുമായിരുന്നു കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ സംഭവം ഇന്ത്യയിൽ നിന്നൊരു ടീച്ചർ, ഇപ്പം നമ്മളൊരു ഇന്ത്യക്കാരിയാണ്, മലയാളി ആണെങ്കിലും ഇന്ത്യക്കാരിയാണല്ലോ, അപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു ടീച്ചർ വേണം എന്ന് അവർ നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. അപ്പം അവിടെ ഞാൻ ചെന്ന പോർഷൻസ് നോക്കി. ഇപ്പോൾ വലിയ ക്ലാസ്സിലെ കുട്ടികളുടെ ഇപ്പോൾ കെമിസ്ട്രി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇച്ചിരി കട്ടിയൊക്കെയാണ്. നമ്മൾ അത്യാവശ്യം ഫോണിൽ ഗൂഗിളിലും ഒക്കെ ചെറിയ അർത്ഥങ്ങളൊക്കെ കിട്ടിയതിൽ നോക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് സയൻസ്, അതുപോലെ മാത്സ് ആണെങ്കിലും കുറേ പോർഷൻസൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ കുറച്ച് ഇപ്പോഴത്തെ പോലെയല്ല, ഇവിടുത്തെ തന്നെ CBSE പിള്ളേരുടെ 10th പോർഷൻസ് കവർ ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടാണ്. ഈവൻ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും. അപ്പോൾ പിന്നെ അറബിക് കൺട്രീസിലുള്ള കുട്ടികളുടെ 10th മാത്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിലത് ഇച്ചിരി കട്ടിയൊക്കെയാണ്. എന്നാൽ അതിനേക്കാളും പാട് എനിക്ക് തോന്നിയത് സോഷ്യൽ സ്റ്റഡീസും ഇതൊക്കെയാണ്. സോഷ്യലും പിന്നെ മറ്റേ സംഭവം, അയ്യോ എനിക്ക് മീഡിയം മൊത്തം ഇതാക്കാൻ